നമ്പഴങ്ങ അമ്പഴക്ക പോലത്തെ ചെമ്പഴക്ക അന്ന് തൊട്ടേ നാളെ തൊട്ട് ഞാൻ നിന്നെ കണ്ടതല്ലേ പുളിയുള്ള ചെമ്പഴക്കെ നിൻ കരളല്ലേടി. അപ്പൊ പാട്ട് എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പാട്ടേ മോള് അമ്പഴങ്ങൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്നപ്പോൾ അവൾക്കത് കണ്ടപ്പോൾ ഒരു പാട്ട് പാടാൻ തോന്നി. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പാടിയ പാട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്പഴങ്ങയുടെ സീസൺ ആണല്ലോ. അപ്പോൾ അത് അമ്പഴങ്ങയൊക്കെ ഞങ്ങളുടെ പറമ്പിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം അമ്പഴങ്ങ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛനും മോളും നേരത്തെ കൂട്ടിയിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവർ രണ്ടാളും അമ്പഴങ്ങ കുറച്ചൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയും കൂടിയും പൊട്ടിക്കാൻ നോക്കുകയാണ്. അപ്പം നല്ലോണം മൂത്തിട്ടൊന്നുമില്ല കേട്ടോ. നല്ല ഇളം പ്രായമാണ് അമ്പഴങ്ങ. മറ്റത് നല്ലോണം മൂത്തിട്ടാണ് നിലത്ത് വീണ് പോവുക ചെയ്യാറ്. കാരണം പഴുത്തിട്ടൊക്കെ ഇട്ടേ ഞങ്ങൾക്ക് പൊട്ടിക്കാൻ എത്താറുമില്ല. നല്ല പൊക്കത്തിലായിട്ട് ഉണ്ടാവുക. പൊട്ടിക്കാൻ എളുപ്പമല്ല. കാരണം അതിൻ്റെ മുകളിൽ കുരുമുളകും ഒക്കെ ആയ കാരണം നമുക്ക് കീറി പൊട്ടിക്കാനും പറ്റില്ലല്ലോ. കാരണം അമ്പഴങ്ങയുടെ കൊമ്പിന് അത്ര വലിയ ബലമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യം ചേട്ടൻ വന്നപ്പോൾ എന്താ ചെയ്ത്, പൊട്ടിക്കാൻ നമുക്ക് അമ്പഴങ്ങ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറമ്പിലേക്ക് ഇറങ്ങി. അപ്പോൾ പറമ്പിലേക്ക് ഇറങ്ങിയത് ഞങ്ങൾ പൊട്ടിക്കാൻ തുടങ്ങി. കുറേയൊക്കെ പൊട്ടിച്ചു കേട്ടോ. പിന്നെയൊക്കെ നല്ല പൊക്കത്തില്ല, നമുക്ക് പൊട്ടിക്കാനൊന്നും പറ്റില്ല. പിന്നെ മഴയൊക്കെ പെയ്തിട്ടുമുണ്ട്. പിന്നെ പറമ്പിലത്തെ പുല്ലൊക്കെ വെട്ടിയ കാരണം നമുക്ക് പറമ്പൊക്കെ വെട്ടി തെളിച്ചും കാണാൻ പറ്റും. കാരണം നിറച്ച് പുല്ലും പടർച്ച പുല്ലൊക്കെ ആയിട്ട് പറമ്പിലേക്ക് കടക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ പുല്ലൊക്കെ വെട്ടി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായി നമുക്ക് നല്ലോണം നടക്കാനും അമ്പഴങ്ങയൊക്കെ വീണാലും എന്തൊരു പുളിയെന്നറിയോ? സൂപ്പറാ. കേട്ടൊന്നുമില്ല. നമുക്ക് ഇന്ന് ഇത്രയ്ക്ക് അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട്. നോക്കൂ, ചെറിയ അമ്പഴങ്ങയാണ്, വലുതൊന്നും ആയിട്ടില്ല. എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് കണ്ടോ, ഞങ്ങളുടെ ഒരു കുഞ്ഞു പൈനാപ്പിൾ കണ്ടോ, പൂവൊക്കെ വിട്ട് വരുന്നുണ്ട്. എന്നാലും നല്ല ഭംഗിയുണ്ട് ചോന്നിട്ട്. അവിടെ അമ്പഴങ്ങയൊക്കെ പൊട്ടിക്കൽ കഴിഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇത്രയൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ടാറ്റാ, ബൈ ബൈ.